അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറുദല്ലാഹ്. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പരിശുദ്ധ ഖുർആനിലെ ഒരു ചെറിയ സൂറത്താണ്. ഈ സൂറത്ത് പ്രായമായവർക്കും അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്കുമൊക്കെ കാണാതെ അറിയുന്ന ഒരു ചെറിയ സൂറത്താണിത്. എന്നാൽ ഇത് ഒരു ചെറിയ സൂറത്താണെങ്കിലും ഇത് വലിയ മഹത്വമുള്ള ഒരു സൂറത്താണ്. ഈ സൂറത്ത് ഓതിക്കൊണ്ട് നമുക്ക് നിറവേറ്റിയെടുക്കാൻ പറ്റാത്തതായിട്ട് ദുനിയാവിൽ ഒരു കാര്യവുമില്ല. ഞാൻ വീഡിയോയുടെ കമൻറ്റ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് കടം എന്നത്. കടം കൊണ്ട് ഒരുപാട് ആളുകൾ ഇന്ന് ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ചാണ് ജീവിതം മുന്നോട്ട് തള്ളി നീക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വലിയ ഉപകാരപ്പെടുന്ന ഒരു സൂറത്താണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പ്രിയപ്പെട്ട മോമിനിയങ്ങളെ, ഈ സൂറത്ത് നിങ്ങൾ 7 ദിവസം നിങ്ങളുടെ ആവശ്യം നിങ്ങൾ മനസ്സിൽ നിയ്യത്താക്കിക്കൊണ്ട് നല്ല ഇഖ്ലാസോടുകൂടി നിങ്ങൾ ഇത് ഓതുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് 7 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ആ കാര്യം സാധിച്ചെടുക്കാൻ കഴിയുന്നതാണ്. അതിനി കടമാണെങ്കിൽ ആ കടം വീട്ടാനുള്ള നല്ല മാർഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് കാണിച്ചു തരും. ഈ സൂറത്ത് നിങ്ങൾക്ക് ഓതാൻ അധിക സമയമൊന്നും നിങ്ങൾ എല്ലാ ദിവസവും ചെലവഴിക്കേണ്ടി വരില്ല. നിങ്ങൾക്ക് ഒരു 5-10 മിനിറ്റ് ചിലവഴിച്ചാൽ മതി. എന്നാലോ നിങ്ങൾ ഓതുമ്പോൾ നല്ല തജ്വീദോടു കൂടി ഓതാൻ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ നമുക്കതിന് അല്ലാഹു സുബ്ഹാനഹു തആല പെട്ടെന്ന് ഫലം നൽകുകയുള്ളൂ. ചില ആളുകളൊക്കെ കരുതുന്നുണ്ടാകും, ഇത്രയും ചെറിയ ഈ സൂറത്ത് കൊണ്ട് ഇത്രയും വലിയ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റിയെടുക്കാൻ സാധിക്കുമോ എന്ന്. പ്രിയപ്പെട്ട മോമിനിയങ്ങളെ, ഈ ചെറിയ സൂറത്ത് കൊണ്ട് സാധിച്ചെടുക്കാൻ പറ്റാത്തതായിട്ട് ഒരു കാര്യവും തന്നെ ഇല്ല. കാരണം അത്രക്കും വലിയ മഹത്വമുള്ള സൂറത്താണ് ഈ സൂറത്ത്. മാത്രമല്ല ഈ സൂറത്ത് ഓതുന്നത് കൊണ്ട് നമ്മുടെ കടങ്ങൾ വീടുക മാത്രമല്ല, പിന്നീട് നമുക്ക് ദാരിദ്ര്യമുണ്ടാകില്ല. സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകും. നമ്മുടെ ജോലിയിലാണെങ്കിലും നമ്മുടെ ബിസിനസ്സിലാണെങ്കിലൊക്കെ നല്ല ബറക്കത്തുണ്ടാകും. എല്ലാത്തിലും വെച്ചടി കയറ്റമായിരിക്കും നമുക്ക് ഉണ്ടാകുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒന്നുമില്ലെങ്കിലും ജോലിയില്ലെങ്കിലും അതുപോലെ തന്നെ ബിസിനസ് ഒന്നുമില്ലെങ്കിലും എന്നാലോ നിങ്ങൾക്ക് ധാരാളം കടമുണ്ടെങ്കിൽ, കോടിക്കണക്കിന് രൂപ കടമുണ്ടെങ്കിൽ, ആ കടങ്ങൾ പോലും നിങ്ങൾ ഒരിക്കലും അത് വീടില്ല എന്ന് ഉറപ്പിച്ച കടങ്ങൾ പോലും നിങ്ങൾക്ക് ഈ സൂറത്ത് ഈ രീതിയിൽ ഓതിയാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് ആ കടം വീട്ടാനുള്ള മാർഗങ്ങൾ കാണിച്ചു തരും. അത്രക്കും വലിയ മഹത്വമുള്ള ഒരു സൂറത്താണ് ഇത്. അപ്പോൾ നിങ്ങൾ കരുതും, ജോലിയില്ലാതെ ബിസിനസ് ഇല്ലാതെ എങ്ങനെയാണ് കടം വീടുക എന്ന്. പ്രിയപ്പെട്ട മോമിനിയങ്ങളെ, ഞാൻ ഈ പറഞ്ഞു തരുന്ന സൂറത്ത് നിങ്ങൾ നിങ്ങളുടെ കടങ്ങൾ വീടുവാനും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകുവാനും നിങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് അത് നിയ്യത്താക്കിക്കൊണ്ടാണ് ഈ സൂറത്ത് നിങ്ങൾ ഓതുന്നതെങ്കിൽ, നിങ്ങൾ ജോലിയില്ലാത്തവരാണെങ്കിലും നിങ്ങൾ ബിസിനസ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട് ജീവിക്കാനുള്ള ഒരു ഉപജീവന മാർഗം ഇല്ലാത്തവരാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾ പോലും ചിന്തിക്കാത്ത വഴികളിലൂടെ, നിങ്ങൾ പോലും ഒട്ടും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് അതിനുള്ള മാർഗങ്ങൾ കാണിച്ചു തരും. അതായത് ഈ സൂറത്ത് ഓതുമ്പോൾ നമുക്ക് എന്ത് കാര്യമാണ് നമുക്ക് സാധിച്ചു കിട്ടേണ്ടത് അത് നമ്മൾ മനസ്സിൽ കരുതിക്കൊണ്ട് നല്ല ആത്മാർത്ഥതയോടുകൂടി നല്ല ഇഖ്ലാസോടുകൂടി നല്ല നിയ്യത്തോടു കൂടി വേണം ഈ സൂറത്ത് ഓതാൻ. എന്നാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല ഉറപ്പായിട്ടും നിങ്ങൾക്ക് 7 ദിവസം കൊണ്ട് തന്നെ അതിനുള്ള പരിഹാരമാർഗം കാണിച്ചു തരും. അതിനുള്ള ഫലം നിങ്ങൾക്ക് തന്നിരിക്കും. മാത്രമല്ല ഈ സൂറത്ത് നിങ്ങൾ ഓതുന്നത് കൊണ്ട് ശൈത്താൻ്റെ ശല്യത്തിൽ നിന്നും പൈശാചികമായ എല്ലാ ശല്യങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളെ രക്ഷപ്പെടുത്തും. മാത്രമല്ല നമ്മോട് അസൂയക്കാരായിട്ടുള്ളവരുടെ കണ്ണേറിൽ നിന്നും നാക്കേറിൽ നിന്നും സിഹറിൽ നിന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ രക്ഷപ്പെടുത്തും. അതായത് നമ്മൾ നല്ലൊരു ബിസിനസ് തുടങ്ങി അതിൽ നല്ല വിജയം ഉണ്ടാകുകയാണെങ്കിൽ ഒരുപാട് ആളുകളും അത് കണ്ട് അസൂയ വെക്കും. അവർ ആ ബിസിനസ് തകരാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങൾ പറഞ്ഞ് കുറ്റപ്പെടുത്തിയിട്ടും കളിയാക്കിയിട്ടും പരിഹസിച്ചിട്ടുമൊക്കെ
നമ്മെ തളർത്താൻ നോക്കും അവർ. എന്നിട്ടും നമ്മൾ തളരാതെ ആ ബിസിനസ്സിൽ പിടിച്ചു നിന്ന് നല്ല വിജയം നമുക്കതിൽ ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും തളരില്ല എന്ന് മനസ്സിലാകുമ്പോൾ ചില ആളുകൾ, എല്ലാവരുമില്ല, ശൈത്താൻ്റെ ശല്യത്തിൽപ്പെട്ട് ചില ആളുകൾ നമുക്ക് വേണ്ടിയിട്ട് സിഹിർ ചെയ്യും. നമ്മൾ ആ ബിസിനസ്സിൽ പരാജയപ്പെടാൻ വേണ്ടിയിട്ട് അവർ സിഹിർ ചെയ്യും നമുക്ക് വേണ്ടിയിട്ട്. അതോടെ നമ്മുടെ ആ ബിസിനസ് തകരുകയും നമ്മുടെ ജീവിതത്തിൽ തന്നെ വലിയ പരാജയം നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. അത് ഇനി നമ്മുടെ മക്കൾക്ക് നല്ല സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാകുകയോ അല്ലെങ്കിൽ നല്ല ശമ്പളമുള്ള ഒരു ജോലി കിട്ടുകയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകുകയോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് നല്ല ഉയർച്ച ഉണ്ടാകുകയും ജീവിതത്തിൽ നല്ല വിജയം ഉണ്ടാകുകയുമാണെങ്കിൽ ധാരാളം അസൂയക്കാരുണ്ടാകും. അത് നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടാകും ധാരാളം ആളുകൾ. എന്തിന് ഏറെ പറയുന്നു, നമ്മുടെ കൂടപ്പിറപ്പുകൾ തന്നെ ഉണ്ടാകും നമ്മോട് വലിയ അസൂയുള്ളവർ നമ്മുടെ ഉയർച്ച കണ്ടിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ചങ്ങാതിമാരിലുണ്ടാകും വലിയ അസൂയുള്ള ആളുകൾ. അത് നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ വരെ നമ്മോട് വലിയ അസൂയുള്ളവരായിരിക്കും. നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ നമ്മൾ ഏത് മേഖലയിലാണോ നമ്മൾ വിജയം കണ്ടത്, ഏത് മേഖലയിലാണോ നമ്മൾ വിജയിച്ചത്, ആ മേഖലയിലുള്ള മറ്റുള്ള ആളുകളും ഉണ്ടാകും നമ്മോട് വലിയ അസൂയ ഉള്ളവരും അതുപോലെ ശത്രുക്കളായിട്ടുമുള്ളവർ. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ ഒരു കാര്യത്തിലും ബുദ്ധിമുട്ടാക്കാത്ത ആളുകളാണെങ്കിലും അവരെ ഒരു കാര്യത്തിലും മനസ്സ് വിഷമിപ്പിക്കാത്ത ആളുകളാണെങ്കിലും നല്ല രീതിയിലാണ് എല്ലാവരോടും നമ്മൾ നല്ല സ്നേഹത്തോടു കൂടിയാണ് നമ്മൾ പെരുമാറുന്നതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയം ഉണ്ടാകുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ശത്രുക്കളും അസൂയക്കാരും ഉണ്ടാകും. അത് ഇല്ല എന്ന് നിങ്ങൾ മനസ്സിൽ ഒരിക്കലും കരുതരുത്. അത് ഉറപ്പായിട്ടും നമുക്കുണ്ടാകും. ആ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ എല്ലാ സമയത്തും ഉണ്ടാകണം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പരാജയമുണ്ടാകും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്നും കണ്ണേറുകളിൽ നിന്നും നാക്കേറുകളിൽ നിന്നും അവരുടെ സിഹിറിൽ നിന്നുമൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സൂറത്ത് നിങ്ങൾ എല്ലാ ദിവസവും പതിവാക്കിയാൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല ഇത്തരത്തിലുള്ള ആളുകളിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു കാര്യത്തിലും നിങ്ങൾക്ക് പരാജയമുണ്ടാകില്ല. ആർക്കും പരാജയപ്പെടുത്താൻ സാധിക്കുകയില്ല. എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് വിജയം മാത്രമേ ഉണ്ടാകുകയുള്ളൂ. മാത്രമല്ല പ്രിയപ്പെട്ട മോമിനീങ്ങളെ, മറ്റുള്ളവരുടെ ജീവിതത്തിലെ വിജയങ്ങളും ഉയർച്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് ഒരിക്കലും അത് കണ്ട് അസൂയ ഉണ്ടാകരുത്. അത് ഉണ്ടായാൽ തന്നെ നമ്മുടെ ജീവിതം പരാജയത്തിലേക്ക് പോകും. അങ്ങനെയുള്ള ആളുകൾ അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും ഈ സൂറത്ത് എല്ലാ ദിവസവും പതിവാക്കിയാൽ മതി. നമ്മൾ മറ്റുള്ളവരുടെ വിജയം കണ്ടിട്ട് അതിൽ അസൂയ കാണിച്ച് കിബിറ് കാണിച്ച് നമ്മൾ അവരുടെ പരാജയം ആഗ്രഹിച്ച് അതിനു വേണ്ടിയിട്ട് നമ്മൾ സമയം ചിലവഴിച്ചാൽ അത് നമുക്കാണ് വലിയ നഷ്ടം വരുന്നത്. കാരണം നമ്മൾ ജീവിതകാലം മുഴുവനും മറ്റുള്ളവരുടെ പരാജയം ആഗ്രഹിച്ച് അതിനു വേണ്ടിയിട്ട് സമയം ചിലവഴിക്കുകയാണെങ്കിൽ നമുക്കാണ് വലിയ നഷ്ടം വരുന്നത്. കാരണം മറ്റുള്ളവർ അവരുടെ വിജയത്തിന് വേണ്ടിയിട്ടാണ് അവർ സമയം ചിലവഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ വലിയ വിജയമാണ് അവർക്കുണ്ടാകുക. നമുക്ക് ജീവിതത്തിലാണെങ്കിലോ വലിയ പരാജയത്തിലേക്ക് പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ, മറ്റുള്ളവരുടെ വിജയം കണ്ട് അതിൽ അസൂയ കാണിച്ച് കിബിറ് കാണിച്ച് നടക്കാതെ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സമയങ്ങൾ നമ്മൾ ചിലവഴിക്കുക. എന്നാൽ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ ദുനിയാവിലും ആഖിറത്തിലും പരാജയപ്പെടുത്തും. ഇനി പ്രിയപ്പെട്ട മോമിനീങ്ങളെ, നിങ്ങൾക്ക് ശൈത്താൻ്റെ ശല്യത്തിൽപ്പെട്ട് മറ്റുള്ളവരുടെ ഉയർച്ച നോക്കി അതിൽ അസൂയയും കിബ്റും കാണിക്കുന്ന മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഈ സൂറത്ത് നിങ്ങൾ പതിവാക്കിയാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അങ്ങനത്തെ മനസ്സ് പോകുകയും നിങ്ങൾ നല്ല ഒരു മനസ്സിൻ്റെ ഉടമയാകുകയും നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങളുടെ വിജയത്തിനാവശ്യമായ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുകയും അതുകൊണ്ട് നിങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ കഴിയും. ഇനി പ്രിയപ്പെട്ട മോമിനിങ്ങളെ, നിങ്ങൾക്ക് അള്ളാഹുവിന് ഇബാദത്തെടുക്കുവാനും നിങ്ങളുടെ ജീവിതത്തിന് വിജയത്തിനാവശ്യമായ ജോലികൾ ചെയ്യാനും അല്ലെങ്കിൽ മറ്റുള്ള പ്രവർത്തികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മടി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സൂറത്ത് പതിവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിന് ഇബാദത്തെടുക്കുവാനും നിങ്ങളുടെ ജീവിതത്തിലെ വിജയത്തിനാവശ്യമായ
പല കാര്യങ്ങൾ ചെയ്യാനും നിങ്ങൾക്ക് നല്ല ഉന്മേഷമുണ്ടാകും, നല്ല താല്പര്യമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുക. മാത്രമല്ല ഈ സൂറത്ത് നിങ്ങൾ ഓതുന്നത് കൊണ്ട് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നിറവേറ്റിത്തരും. മാരകമായ രോഗങ്ങളെ തൊട്ട് നിങ്ങളെ കാത്തുരക്ഷിക്കും. മാത്രമല്ല കടങ്ങളെ തൊട്ട് നിങ്ങളെ കാത്തുരക്ഷിക്കും. സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച നിങ്ങൾക്ക് ലഭിക്കും. കുട്ടികളില്ലാതെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുന്ന സഹോദരന്മാരൊക്കെ ഈ സൂറത്ത് ഓതുകയാണെങ്കിൽ അവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. കല്യാണം ശരിയാകാതെ ബുദ്ധിമുട്ടുന്ന സഹോദരന്മാർക്കൊക്കെ ഈ സൂറത്ത് ഓതിയാൽ അവർക്ക് അനുയോജ്യമായ ഇണയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അപ്പോൾ ഈ ചെറിയ സൂറത്ത് നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിങ്ങൾക്ക് നിറവേറി കിട്ടുകയും മാത്രമല്ല നല്ല സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം ലഭിക്കുകയും എല്ലാ ശത്രുക്കളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുകയും എല്ലാ അപകടങ്ങളിൽ നിന്നും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ രക്ഷപ്പെടുത്തുകയും ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വലിയ സ്ഥാനം നൽകുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ പതിവാക്കേണ്ട ഖുർആനിൻ്റെ മാതാവ് എന്ന് അറിയപ്പെടുന്ന വലിയ മഹത്വമുള്ള സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ഈ സൂറത്ത് നമ്മൾ എല്ലാവരും എല്ലാ നിസ്കാരത്തിലും ഓതുന്ന എല്ലാവർക്കും കാണാതെ അറിയുന്ന ഒരു ചെറിയ സൂറത്താണ് ഇത്. ഈ സൂറത്ത് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ 7 ദിവസത്തിനുള്ളിൽ നമുക്ക് നിറവേറ്റിയെടുക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഓതേണ്ടത് എങ്ങനെയാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് നിങ്ങൾ ഓതേണ്ടത് സുബ്ഹി നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകളും ദുആകളും സ്വലാത്തുകളും എല്ലാം കഴിഞ്ഞതിന് ശേഷം അതേ ഇരുത്തത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ ആവശ്യം നിങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് നല്ല ഇഖ്ലാസോടുകൂടി നല്ല നിയ്യത്തോടുകൂടി നിങ്ങൾ ഈ സൂറത്തുൽ ഫാത്തിഹ 7 പ്രാവശ്യം നിങ്ങൾ ഓതുക. അതിനുശേഷം നിങ്ങളുടെ ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നല്ല ഇഖ്ലാസോടുകൂടി നല്ല നിയ്യത്തോടുകൂടി നല്ല ആത്മാർത്ഥതയോടുകൂടി കരഞ്ഞുകൊണ്ട് നിങ്ങൾ ചോദിക്കുക. ഈ രീതിയിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നിങ്ങൾ ഇത് 7 ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾ ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ ഉറപ്പായിട്ടും ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾക്ക് നിറവേറ്റി തരുന്നതാണ്. നിങ്ങൾ ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സൂറത്ത് ഓതി ദുആ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ മറ്റുള്ള ഒരു ചിന്തകളും ഉണ്ടാകാൻ പാടില്ല. മാത്രമല്ല ആരോടും സംസാരിക്കുവാനോ പാടില്ല. എന്നാൽ നിങ്ങൾക്ക് ഈ ചെയ്യുന്ന കാര്യത്തിന് പെട്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫലം തന്നിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നിങ്ങളുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിങ്ങൾക്ക് നിറവേറി കിട്ടുവാൻ വേണ്ടിയിട്ട് ഈ കാര്യം നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുക. അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് നിറവേറ്റി തരുന്നതാണ്. മാത്രമല്ല നിങ്ങൾ എല്ലാ ദിവസവും ഒരു 10 സൂറത്തുൽ ഫാത്തിഹ എങ്കിലും നിങ്ങൾ എല്ലാ ദിവസവും ഓതുക. അതുകൊണ്ട് നിങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും വലിയ വിജയമായിരിക്കും ഉണ്ടാകുക. 10 ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ധാരാളം ഓതുകയാണ് ഏറ്റവും നല്ലത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിന് തൗഫീക്ക് ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തുൽ ഫാത്തിഹയുടെ ബർക്കത്ത് കൊണ്ടും നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും നമുക്ക് പെട്ടെന്ന് ഹാസിലാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.